ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീൻ ആരാധകരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം അത് സുപ്രധാന താരങ്ങളുടെ ഫിസിക്കൽ പ്രശ്നങ്ങളാണ്. പക്ഷേ അർജന്റീൻ ക്യാമ്പിൽ നിന്നും ശുഭവാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്ക് പരിശോധിക്കാം. അതായത് ക്രിസ്ത്യൻ റൊമേറോ, ഹൂലിയൻ ആൽവരസ് ഈ രണ്ട് താരങ്ങൾക്കും മെഡിക്കൽ ക്ലിയറൻസ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. രണ്ട് പേരും പരിക്കിൽ നിന്നും മുക്തരായി. അത് അർജന്റീന തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇരുവരും ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞു. കോച്ചിങ് സ്റ്റാഫിന് മുഴുവനായിട്ടും ഇവർ ലഭ്യമായി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് ക്രിസ്ത്യൻ റൊമേറോ, ഹൂലിയൻ ആൽവരസ് രണ്ടുപേരും പരിക്കിൽ നിന്ന് മുക്തരായി കഴിഞ്ഞു. ഇനി മറ്റൊരു ശുഭവാർത്ത നിക്കോപാസിന്റെ കാര്യത്തിലാണ്. അദ്ദേഹത്തിനും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹവും ഇപ്പോൾ റിക്കവർ ആയിട്ടുണ്ട്. അതായത് പരിക്ക് ഭേദമായി തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹം നോർമൽ ആയിക്കൊണ്ട് ട്രെയിനിങ് ആരംഭിക്കുകയാണ് എന്നുള്ള കാര്യം അർജന്റീൻ മാധ്യമ പ്രവർത്തകർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഗോൾ കീപ്പറായ എമിയുടെ കാര്യത്തിലും ഒരു ശുഭകരമായ വാർത്തയാണ് ഉള്ളത്. അതായത് കഴിഞ്ഞ ദിവസം ട്രെയിനിങ്ങിന് വരുന്ന സമയത്ത് എമി തൻ്റെ പരിക്കിനെ കുറിച്ച് ഒരു സൂചന നൽകിയിരുന്നു. അതായത് ഞാനിപ്പോൾ നല്ല രൂപത്തിലാണ് ഉള്ളത്, ഞാൻ അവിടെ ഉണ്ടാകും, അഥവാ അൾജീരിയക്കെതിരെയുള്ള മത്സരത്തിൽ ഉണ്ടാകും എന്നാണ് എമി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൈവിരലിന് പരിക്കാണ്. അതിൽ നിന്നും അദ്ദേഹം റിക്കവർ ആയി വരികയാണ്. സൗഹൃദ മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും. പക്ഷേ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന് താൻ ഉണ്ടാകും എന്നാണ് എമി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏതായാലും അർജന്റീനയുടെ സൗഹൃദ മത്സരം, ആദ്യത്തെ സൗഹൃദ മത്സരം അത് ഹോണ്ടുറാസിനെതിരെയാണ്. ആ മത്സരത്തിലെ ലൈനപ്പ് ഏറെക്കുറെ ഇപ്പോൾ സ്കലോണി കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ട്രെയിനിങ്ങിൽ ഉപയോഗപ്പെടുത്തിയ ലൈനപ്പ് ഇങ്ങനെയാണ്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ജെറോണിമോ റുള്ളിയാണ് വരുന്നത്. ഇനി പ്രതിരോധ നിരയിൽ സെന്റർ ബാക്കുമാരായിക്കൊണ്ട് നിക്കോളാസ് ഓട്ടമെന്റി, ലിസാൻഡ്രോ മാർട്ടിനസ് എന്നിവർ വരുന്നു. ഇനി വിംഗ് ബാക്കുമാരായിക്കൊണ്ട് കപാൽഡോ, ടാഗ്ലിയാഫിക്കോ എന്നിവരാണ് വരുന്നത്. മധ്യനിരയിൽ അലക്സിസ് മാക്കാലിസ്റ്റർ, റോഡ്രിഗോ ഡീപോൾ, എൻസോ ഫെർണാണ്ടസ് എന്നിവർ വരുന്നു. മുന്നേറ്റ നിരയിൽ ജൂലിയാനോ സെമിയോണി, ലൗറ്ററോ മാർട്ടിനസ്, തിയാഗോ അൽമേഡ എന്നിങ്ങനെയാണ് വരുന്നത്. മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ പരിക്കിന്റെ പിടിയിലാണ്. പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉള്ള താരങ്ങൾ അടുത്ത സൗഹൃദ മത്സരത്തിൽ കളിക്കില്ല. അല്ലാത്ത താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 11 ഇപ്പോൾ സ്കലോണി കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഞായറാഴ്ച പുലർച്ചെയാണ് സൗഹൃദ മത്സരം അവർ കളിക്കുക. ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഹോണ്ടുറാസിനെതിരെയാണ് ഈ മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.